എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഫോർ എവർ. സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. കുട്ടിക്കാലം മുതലേ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നത്. അതായത് രാവിലെ പല്ല് തേക്കുക, അതിനുശേഷം ആഹാരം കഴിക്കുക, കുളിക്കുക, കിടക്കുക, അങ്ങനെയുള്ള സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മളൊരു കുട്ടിയാണെങ്കിലും നമുക്ക് എത്ര വയസ്സായാൽ പോലും നമ്മൾ മുടങ്ങാതെ ചെയ്തു വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽ ചെയ്തു വരുന്നു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്തോ പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത കാര്യങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ അറിവിന് വേണ്ടിയിട്ടായിരിക്കാം, നമ്മുടെ വിനോദത്തിന് വേണ്ടിയിട്ടായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു പരിശീലകൻ്റെ അടുത്ത് ചെന്ന് ധാരാളം സമയം ചെലവഴിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ എത്രത്തോളം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. അത് വ്യായാമം ചെയ്യുക എന്ന് പറയുന്നതിന് തുല്യമാണ് ഇവിടെ. അതായത് നമ്മളൊരു 5 ദിവസം വ്യായാമം ചെയ്തു. എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ഗുണവും ദോഷവും രീതിയൊക്കെ നമുക്കറിയാം. പക്ഷേ 5 ദിവസം ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്തില്ല എങ്കിൽ ആ ചെയ്ത 5 ദിവസത്തിൻ്റെ പ്രയോജനം കൂടെ ഇല്ലാതാവുകയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിനുള്ള വ്യായാമമായിരിക്കാം ഒരു പക്ഷേ നമ്മൾ പഠിച്ചെടുത്ത പല കാര്യങ്ങളും. അപ്പം അതിനെ ഒന്ന് പൊടി തട്ടിയെടുത്ത് നമ്മുടെ കഴിവുകളെ വീണ്ടും ഉണർത്തി വീണ്ടും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തുകൂടെ? നമ്മളിൽ ഒരുപാട് പേർക്ക് ധാരാളം കാര്യങ്ങളെക്കുറിച്ച് പല അറിവുകളും ഉണ്ട്. പക്ഷെ ആ അറിവൊന്നും നമ്മൾ പല സ്ഥലത്തും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമുക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ പോലും, നമുക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും, അതുമാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് ഈ കഴിവുകളൊക്കെ നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും ഒന്ന് പൊടി തട്ടിയെടുത്ത് വീണ്ടും നമുക്ക് ഒന്ന് ആക്റ്റീവ് ആകാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. എത്ര പ്രായമായാൽ പോലും തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളും ഇപ്പോഴും ഓർമ്മയുണ്ടാകും. ആ കാര്യങ്ങൾ ഒന്ന് പരിശീലിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഭൂമി വിട്ട് പോകുന്നതിന് മുമ്പ് അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനായിട്ടും ഒരു അവസരമായിക്കോട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ രീതിയിൽ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് പരിശീലിക്കാനുള്ള ഒരു അവസരം, അതിന് തീർച്ചയായിട്ടും നമുക്ക് സമയം കണ്ടെത്താവുന്നതേ ഉള്ളൂ. സമയമില്ല എന്ന് പറയുന്നവരോടാണ് ഇത് പറയുന്നത്. അപ്പം അങ്ങനെ കണ്ടെത്തി അതിനുള്ള ഒരു അവസരം കണ്ടെത്തി തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും നേടിക്കൊടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.